അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ചെന്നു, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്തിട്ടായിരുന്നു പോയത്. പിന്നെ ഇപ്പോൾ ഇ ഗേറ്റ് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ടല്ലോ, നേരെ അങ്ങ് കയറിപ്പോവും. അത് ഒട്ടും താമസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ എങ്ങോട്ടായിരിക്കും പോയത്? നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. നമ്മൾ എയർപോർട്ട് ലോഞ്ച് എടുത്തായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ജോലി കഴിഞ്ഞിട്ട് നേരെ പോവുമല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ, എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിക്കും. അതാകുമ്പോൾ ഹറിബറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ ഫ്ലൈറ്റൊക്കെ കയറി സുഖമായിട്ടങ്ങ് ഉറങ്ങിയാൽ പോരെ. ഇത് ഇപ്രാവശ്യം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വിശന്ന് കുടലും കരിഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും ജോലിയും കഴിഞ്ഞ് കൊച്ചു സ്കൂളിലും കഴിഞ്ഞിട്ട് നേരെ പോകുന്ന പോക്കായിരുന്നു. അപ്പോൾ പിന്നെ വിശന്ന് കൂറ കത്തിയില്ലല്ലേ, അത്ഭുതമുള്ളല്ലേ. പിന്നെ നേരെ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയിട്ടോ. നമ്മുടെ ഗേറ്റ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയെ. ആ ഗേറ്റിൻ്റെ അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എനിക്കൊന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഓടിപ്പിടിച്ച് പാഞ്ഞു പോവുകയാണ് പതിവ്. ഈ പ്രാവശ്യം എന്നാൽ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും കുറേ സമയം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഫോൺ നോക്കിയിരിക്കുവന്നേ. പിന്നെ നമ്മളായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്? ജേഡുവിന് ഐപാഡൊക്കെ ഈ പ്രാവശ്യം എടുത്തേ. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ ചെന്നിട്ട് ജേഡുവിനെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾക്ക് പോകേണ്ട അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നിർത്തിയിട്ട് പോകുമ്പോൾ ചിലപ്പം ലെവൻ നിൽക്കത്തില്ല. അപ്പോൾ ഇച്ചിരി ഐപാഡ് കൊടുക്കുവാണെങ്കിൽ, അല്ല ഈ സാധനം അങ്ങ് കൈ പിടിപ്പിച്ചേക്കുവാണെങ്കിൽ അങ്ങ് ഇരുന്നോളൂന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൈക്കൂലിയായിരുന്നു ഇത്. നമ്മൾ സാധാരണ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴേ ഒരു ധൃതിയില്ല കേട്ടോ. ഫ്ലൈറ്റിൽ ഏറ്റവും ലാസ്റ്റ് കയറുന്നത് നമ്മളായിരിക്കും, ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നതും നമ്മളായിരിക്കും. ഈ ധൃതി പിടിച്ച് ഫ്ലൈറ്റ് നിർത്തുന്നതിന് മുമ്പ് ചാടിക്കുത്തി പോയിട്ട് എന്നെ കാണിക്കാനല്ലേ. നമ്മുടെ ഫ്ലൈറ്റ് വായു അറേബ്യയാണ്. മനസ്സിലായില്ലേ? എയർ അറേബ്യാന്ന്. ഞാൻ കുറച്ച് മലയാളീകരിച്ചു. ഇനി കുറച്ച് ദിവസത്തേന് പുരുഷൻ്റെ യുദ്ധം നാട്ടിൽ നിന്നാണേ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.